എല്ലാവർക്കും നമസ്കാരം. ഓണക്കാലമൊക്കെയാണ് വരുന്നത്. ഈ ഓണക്കാലഘട്ടത്തിൽ ബിസിനസ്സും ലാഭവും വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു 5 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഓണത്തിന്റെ സമയത്ത് സെയിൽസ് മാത്രം പോരാ, പ്രോഫിറ്റ് വേണം. ഇതായിരിക്കണം നമുക്ക് നിർബന്ധമായും ചിന്തിക്കേണ്ട കാര്യം. ഓണക്കാലം എന്ന് പറയുമ്പോൾ കേരളത്തിലെ ബിസിനസ്സുകൾക്ക് ഏറ്റവും വലിയ സെയിൽസ് ഓപ്പർച്യൂണിറ്റി നൽകുന്ന ഒരു സമയമാണ്. എന്നാൽ ഈ ഓണക്കാലഘട്ടത്തിൽ വലിയ തിരക്ക് ലഭിച്ചതുകൊണ്ട് മാത്രം, സെയിൽസ് വർദ്ധിച്ചുകൊണ്ട് മാത്രമോ ബിസിനസ് വിജയിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. സെയിൽസ് വർദ്ധിച്ചിട്ടും പ്രോഫിറ്റ് കുറയാം, തിരക്ക് വർദ്ധിച്ചിട്ടും കസ്റ്റമർ ചിലപ്പോൾ അസന്തുഷ്ടരായി മാറാം, ടാർഗറ്റ് വർദ്ധിപ്പിച്ചിട്ടും സ്റ്റാഫ് ചിലപ്പോൾ ഡീമോട്ടിവേറ്റഡ് ആകാം. അതുകൊണ്ട് ഓണക്കാലഘട്ടത്തിൽ മാനേജ്മെന്റ് ലെവലിൽ പ്രധാനമായും 5 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തത്, വ്യക്തമായ ഓണം ബിസിനസ് ടാർഗറ്റ്. ഈ ഓണത്തിന് കൂടുതൽ സെയിൽസ് വേണം എന്നത് ഒരു ടാർഗറ്റ് അല്ല. കൃത്യമായ നമ്പേഴ്സ് ഉണ്ടാവണം. എത്ര സെയിൽസ് നേടണം, എത്ര പ്രോഫിറ്റ് നേടണം, എത്ര കസ്റ്റമേഴ്സ് വരണം, ഓരോ കസ്റ്റമറിൻ്റെയും ആവറേജ് ബില്ല് എത്രയായിരിക്കണം, ഏതെല്ലാം പ്രൊഡക്റ്റ് കൂടുതലായിട്ട് വിൽക്കണം. ഈ ടാർഗറ്റ്സ് ദിവസവും ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ് പേഴ്സൺ അങ്ങനെ വിഭജിച്ച് നമുക്ക് എടുക്കണം. എന്നിട്ട് ഓരോ ദിവസവും രാവിലെ ടീമിനെ ടാർഗറ്റ് അറിയിക്കുകയും വൈകുന്നേരം അതിന്റെ പെർഫോമൻസ് റിവ്യൂ നടത്തിയും തന്നെ ആ ഒരു വൈബ് ഉണ്ടാക്കി മുന്നോട്ട് പോകണം. കാരണം ടാർഗറ്റ് അറിയാത്ത ടീമിന് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് നമ്മൾ എപ്പോഴും മൈൻഡിൽ ഉണ്ടാവേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം, സെയിൽസ് മാത്രമല്ല പ്രോഫിറ്റ് സംരക്ഷിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഓണക്കാലത്ത് എല്ലാ സ്ഥാപനവും തന്നെ ചെയ്യുന്ന കാര്യം ഡിസ്കൗണ്ട്സ് ഉണ്ടാവും, ഡിസ്കൗണ്ട് കൊടുക്കും. എന്നാൽ കസ്റ്റമർ നേടാൻ വേണ്ടിയിട്ടുള്ള ഈ മത്സരത്തിൽ പലപ്പോഴും പ്രോഫിറ്റ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. എല്ലാ പ്രൊഡക്ട്സിനും ഒരുപോലെ ഡിസ്കൗണ്ട് കൊടുക്കുന്നതിന് പകരം പ്രൊഡക്റ്റ് ബണ്ടിലുകൾ തയ്യാറാക്കുക, കോംബോ ഓഫേഴ്സ് നൽകുക, പ്രീമിയം പ്രൊഡക്ട്സ് റെക്കമെൻഡ് ചെയ്യാൻ ടീമിനെ ട്രെയിൻ ചെയ്യുക, ക്രോസ് സെല്ലിംഗ്, അപ്പ് സെല്ലിംഗ് ഒക്കെ നടപ്പിലാക്കണം. സ്ലോ മൂവിങ് ആയിട്ടുള്ള സ്റ്റോക്കിനൊക്കെ നല്ല സ്മാർട്ടായിട്ടുള്ള ഓഫേഴ്സ് കൊടുത്ത് അത് പരമാവധി വിൽക്കാൻ നോക്കുക. ഹൈ മാർജിൻ പ്രൊഡക്ട്സിന് മാക്സിമം വിസിബിലിറ്റി കിട്ടുന്ന രൂപത്തിൽ ഡിസ്പ്ലേ അറേഞ്ച്മെന്റ് ചെയ്യുക. ഉദാഹരണത്തിന്, ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വരുമ്പോൾ അതിനൊപ്പം ആവശ്യമായ മറ്റ് ചില പ്രൊഡക്റ്റും കൂടെ റെക്കമെൻഡ് ചെയ്ത് വിൽക്കുകയും അതുവഴി ആവറേജ് ട്രാൻസാക്ഷൻ വാല്യൂ കൂട്ടാനും ശ്രമിക്കുക. ഇവിടെ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം, ഓണക്കാലത്ത് കൂടുതൽ ബില്ല് ഉണ്ടാക്കുന്നത് സെയിൽസ് ആണ്. എന്നാൽ ഓരോ ബില്ലിന്റെയും വാല്യൂ വർദ്ധിപ്പിക്കുന്ന സ്ട്രാറ്റജിയാണ്. അങ്ങനെ ഒരു സ്ട്രാറ്റജി നമ്മൾ സെറ്റ് ചെയ്തിട്ടെന്ന് ഉറപ്പ് വരുത്തുക. മൂന്നാമതായിട്ട് പറയാനുള്ളത്, സ്റ്റാഫിനെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തേണ്ട സമയമാണിത്. ഈ സമയത്ത് മാനേജ്മെന്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ബിസിനസ് ഭയങ്കരമായിട്ട് ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ, കസ്റ്റമർ ഫ്ലോ ഒക്കെ കൂടുന്ന സമയത്ത് ടാർഗറ്റ് മാത്രം കൂടിയിട്ട് കാര്യമില്ല. നമ്മുടെ സ്റ്റാഫ്, അവരാണ് ശരിക്കും നമ്മുടെ ഇന്റേണൽ കസ്റ്റമർ. അവർ ഡിസാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ കസ്റ്റമറെ ഹാപ്പി ആക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് മാനേജ്മെന്റ് ടീം ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് ഒരു മോർണിംഗ് ഹഡിൽ മീറ്റിംഗ് നടത്തണം. എന്നിട്ട് ടാർഗറ്റും അച്ചീവ്മെന്റും തമ്മിലുള്ള ആ ഒരു വിശദീകരണം, അല്ലെങ്കിൽ അതിന്റെ എവിടെയാണ് നിൽക്കുന്നതെന്ന് വ്യക്തമായിട്ടൊക്കെ വിശദീകരിച്ച് കൊടുക്കണം. ചെറിയ തരത്തിലുള്ള ഡെയിലി റെക്കഗ്നീഷൻസ് ഒക്കെ ടീമിന് കൊടുക്കണം. മികച്ച പ്രകടനം കാഴ്ചവെച്ച ആളുകളെ ഒന്ന് അംഗീകരിക്കണം. ആ ഒരു ഡെയിലി മോട്ടിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡിവിജ്വൽ ടാർഗറ്റ് മാത്രമല്ല, ഗ്രൂപ്പ് ടാർഗറ്റ്സും ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തണം. അത് മാത്രമല്ല, എവിടെയെങ്കിലും സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മുൻകൂട്ടി പ്ലാനുകൾ ഭംഗിയായിട്ട് ചെയ്യണം. അപ്പോൾ ഇതിൽ ക്യാഷ് ഇൻസെൻറ്റീവ് മാത്രമല്ല, മാനേജേഴ്സ് നൽകുന്ന അവരുടെ ഭാഗത്തു നിന്നുള്ള നല്ല വാക്കുകൾ, മോട്ടിവേഷൻ, ടീമിനെ റെക്കഗ്നൈസ് ചെയ്യണം, ചില സമയങ്ങളിൽ ഒരു കയ്യടി, ഇന്നലെ ചെയ്ത കാര്യത്തിന് ഒരു നല്ല വാക്ക്, ഇതൊക്കെ നമ്മുടെ ടീമിനെ ഈ സമയത്ത് ഉഷാറാക്കി നിർത്തും. നാലാമത് പറയാനുള്ളത്, കസ്റ്റമർ എക്സ്പീരിയൻസ് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഈ ഓണക്കാലഘട്ടത്തിൽ കൂടുതൽ കസ്റ്റമർ വരുമ്പോൾ കസ്റ്റമർ ഡിസാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സർവീസ് ക്വാളിറ്റിയെ അത് ബാധിക്കാനും സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രത്യേകിച്ച് പാർക്കിംഗ് സൗകര്യങ്ങൾ, കസ്റ്റമറെ റിസീവ് ചെയ്യുന്ന സമയം, അതുപോലെ പ്രൊഡക്റ്റ് അവൈലബിലിറ്റി, പലപ്പോഴും പ്രൊഡക്റ്റ് പെട്ടെന്ന് തീർന്നു പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും. സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ബില്ലിങ്ങിൻ്റെ ഏരിയയിൽ വലിയ തിരക്കും ക്യൂവും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെങ്ങനെ മാനേജ് ചെയ്യാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു സ്പെഷ്യൽ പ്ലാൻ ഉണ്ടാക്കി വെച്ചാലാണ് നമുക്ക് കസ്റ്റമർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭംഗിയായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കസ്റ്റമേഴ്സ് നല്ല രീതിയിൽ വരും എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി അതിന് വേണ്ട സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഒരുക്കുക. ഓണക്കാലം എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സിന് ലഭിക്കുന്ന എക്സ്പീരിയൻസ് ആണ് അടുത്ത ഓണത്തിനും അല്ലെങ്കിൽ അല്ലാതിരിക്കുന്ന ഓഫ് സീസണിലും നമ്മുടെ അടുത്ത് തിരിച്ചു വരുമോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇനി 5ാമത് പറയാനുള്ളത്, ഓണം കഴിഞ്ഞുള്ള ബിസിനസ്സിന് തയ്യാറാകുക എന്നുള്ളതാണ്. പല സ്ഥാപനങ്ങളും ഓണം കഴിയുന്നതോടുകൂടി ക്യാമ്പയിൻ അങ്ങ് അവസാനിപ്പിക്കും. ഓണക്കാലഘട്ടത്തിൽ ലഭിച്ച പുതിയ കസ്റ്റമേഴ്സിനെ സ്ഥാപനത്തിന്റെ ഭാവിയിലെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ മാറ്റണം. അതിനുവേണ്ടി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, കസ്റ്റമറുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ശേഖരിക്കണം. കസ്റ്റമേഴ്സിന്റെ സമ്മതത്തോടുകൂടി തന്നെ പരമാവധി ഇന്നിപ്പോൾ ഉള്ള കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്, വാട്സാപ്പ്, ഇതിലേക്കൊക്കെ അഡ് ഓൺ ചെയ്യുക. താങ്ക് യു മെസ്സേജുകൾ അയക്കുക, നെക്സ്റ്റ് പർച്ചേസിനുള്ള കൂപ്പൺ നൽകുക, ഫീഡ്ബാക്കുകൾ ശേഖരിക്കുക, ലോയൽ കസ്റ്റമേഴ്സിന് വേണ്ടിയുള്ള പ്രത്യേക ബെനിഫിറ്റുകൾ കൊടുക്കുക. ഓണം കഴിഞ്ഞും വീണ്ടും വരാനുള്ള വ്യക്തമായ കാരണം സൃഷ്ടിക്കണം.
അതായത് ഒരു സീസണൽ കസ്റ്റമറിനെ റെഗുലർ കസ്റ്റമർ ആക്കുമ്പോഴാണ് ഓണം ക്യാമ്പയിൻ പൂർണ്ണമായിട്ടും വിജയിക്കുന്നത്. അതുകൊണ്ട് ഈ ഓണ കാലഘട്ടത്തിൽ തിരക്ക് മാത്രം ലക്ഷ്യമിടരുത്. സെയിൽസ്, പ്രോഫിറ്റ്, സ്റ്റാഫ് മോട്ടിവേഷൻ, കസ്റ്റമർ എക്സ്പീരിയൻസ്, കസ്റ്റമർ റീടെൻഷൻ, ഈ 5 കാര്യങ്ങളും ഒരുമിച്ച് മാനേജ് ചെയ്യുക. എപ്പോഴും ഓർത്ത് വെക്കേണ്ട കാര്യം ഇതാണ്, ഓണക്കാലം എന്ന് പറയുന്നത് ഒരു സെയിൽസ് സീസൺ മാത്രമല്ല, പുതിയ കസ്റ്റമേഴ്സിനെ നേടാനും പഴയ കസ്റ്റമേഴ്സിനെ നിലനിർത്താനും ടീമിന്റെ കഴിവ് തെളിയിക്കാനുമുള്ള വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. ആ രീതിയിൽ തന്നെ കാണുക. ഈ ഓണം എല്ലാവർക്കും അടിപൊളിയാവട്ടെ.